വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് നല്ല ഫുഡ് സ്വാദിഷ്ടമായ ക്വാളിറ്റിയുള്ള ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളാണ് ഞങ്ങൾ പറയപ്പെടുന്നത്. ഊണ് ഇവിടെ കഴിക്കാറുണ്ട്. നല്ല ഫുഡല്ലേ? നല്ല ഫുഡല്ലേ? അതിന് പെരുമാറ്റമാണ് നമ്മുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞ സാധനം. അമ്മയുടെ കൈപ്പുണ്യവും അതുപോലെ തന്നെ അമ്മയുടെ സ്നേഹപരമായ ഒരു ശാസനയൊക്കെ കേൾക്കാം നമുക്ക്. ഇപ്പോൾ എവിടെ ചെന്നാൽ ഇതാണ് സംഭവം. വീട്ടുകാർ മാത്രമായിരിക്കും, നാത്തും ചേട്ടത്തി ഭർത്താവ് ഇവർ മാത്രമായിരിക്കും. പുറത്തൊരു കാശുണ്ടല്ലോ, എല്ലാ കുടുംബത്തിനും നിൽക്കില്ല. ഞാനും കഴിക്കും, സ്ഥിരമായിട്ട് ഞാൻ ഒന്ന് കഴിക്കാറുണ്ട്. 50 കൊല്ലമായി അല്ലേ? ഇത് നമ്മുടെ ആലങ്കോടുള്ള ഹോട്ടൽ അഭിഷേകാണ്. അഭിഷേകം എന്ന് പറഞ്ഞാലൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. അമ്മയുടെ കടയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇത് നമ്മുടെ ആലങ്കോടുള്ള ഹോട്ടൽ അഭിഷേകാണ്. അഭിഷേകം എന്ന് പറഞ്ഞാലൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. അമ്മയുടെ കടയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കാരണം ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സ്ഥലമാണ്. അമ്മയുടെ കൈപ്പുണ്യവും അതുപോലെ തന്നെ അമ്മയുടെ സ്നേഹപരമായ ഒരു ശാസനയൊക്കെ കേൾക്കാം നമുക്ക്. അമ്മ അത് എത്ര കാലം ഇവിടെ തുടങ്ങിയിട്ട്? ഒന്ന് കഴിക്കാറുണ്ട്. 50 കൊല്ലമായി അല്ലേ? അപ്പുറത്തായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് മാറി. ഊണ് മാത്രമല്ലേ ഉള്ളൂ? രാവിലെ കാപ്പി ഉണ്ട്, ഉച്ചയ്ക്ക് ഊണും. എത്ര മണിക്ക് അടയ്ക്കും? 4 മണിയൊക്കെ അടയ്ക്കും. രാവിലെ എത്ര മണിക്ക് തുറക്കും? 6 മണിക്ക് തുറക്കും. കാപ്പിയും ഊണും ഇത്ര സംഭവമേ ഉള്ളൂ. ഇവിടെ ഇവരൊക്കെ ആൾക്കാരൊക്കെ അമ്മയുടെ ബന്ധുക്കളല്ലോ ആണോ? അതെ ജോലി ചെയ്യുന്നു. ഇപ്പോൾ എവിടെ ചെന്നാൽ ഇതാണ് സംഭവം. വീട്ടുകാർ മാത്രമായിരിക്കും, നാത്തും ചേട്ടത്തി ഭർത്താവ് ഇവർ മാത്രമായിരിക്കും. പുറത്തൊരു കാശുണ്ടല്ലോ, എല്ലാ കുടുംബത്തിനും നിൽക്കില്ല. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മ ഇടയ്ക്കിടയ്ക്ക് വഴക്കൊക്കെ പറയും. നമ്മൾ അത് അത് കഴിക്കുക, ഇത് കഴിക്കുക ഇല്ലേ? അത് കേൾക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങളിവിടെ വരുന്നത്. പിന്നെ 50 കൊല്ലത്തോളം അമ്മയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ചേട്ടാ സ്ഥിരം എവിടെ തന്നെ കഴിക്കുന്നത്? ഇന്ന് അതിര് വന്നേണോ ചേട്ടനാ? ചേട്ടാ വല്ലപ്പോഴൊക്കെ വരും. ഊണെങ്ങനെയുണ്ട്? നല്ല ഊണാണല്ലേ? ഞാനും കഴിക്കും, സ്ഥിരമായിട്ട് ഞാൻ ഒന്ന് കഴിക്കാറുണ്ട്. ചേട്ടനാ ഊണ് ഇവിടെ കഴിക്കാറുണ്ട്? നല്ല ഫുഡല്ലേ? നല്ല ഫുഡല്ലേ? അതിന് പെരുമാറ്റമാണ് നമ്മുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞ സാധനം. അതെ. ആ ഹോസ്പിറ്റാലിറ്റിക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും എവിടെയെങ്കിലും ദൂരപ്പെട്ട് പോയാൽ ഇവിടേക്ക് വരണത്. ഏതായാലും അമ്മയുടെ ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ച് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം അത്ര സ്നേഹനിഷ്ഠമായിട്ട് പെരുമാറ്റമാണ് നമ്മളൊക്കെ അമ്മ കാണിക്കുന്നത്. ആ ഒരു സ്നേഹം കിട്ടാൻ കൂടിയാണ് പലപ്പോഴും ആൾക്കാർ ഇങ്ങോട്ട് വരാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ ആലങ്കോട് നമ്മൾ ആറ്റിങ്ങൽ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡ്, ആലങ്കോട് ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ പിന്നെ അവിടെ ബോർഡ് കാണാം. ബോർഡ് പേര് മറന്നുപോയി. അഭിഷേക്, ഹോട്ടൽ അഭിഷേക്. ഈ അഭിഷേക് എന്ന പേരൊന്നും എൻ്റെ ഇല്ല. അമ്മര ഹോട്ടൽ നമ്മളെപ്പോഴും പറയുന്നത്. നമ്മളെവിടെ പോയാലും ഇതുവഴി വണ്ടി തിരിച്ചു വിടും ഇവിടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു ഹോട്ടലാണ്. ഇസ്മാനൂസ് ഫുഡ് ബ്ലോഗ് ചെയ്യുമ്പോൾ ഞങ്ങളിങ്ങനെ ചെറിയ ഇടങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് വളരെ റീസണബിളായ പ്രൈസിന് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് നല്ല ഫുഡ്, സ്വാദിഷ്ടമായ ക്വാളിറ്റിയുള്ള ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അത് മാത്രമല്ല ഹോസ്പിറ്റാലിറ്റി ഒരു മെയിൻ കേസാണ്. നമ്മൾ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളെങ്ങനെ സ്വീകരിക്കുന്നു, നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നും കൂടി ഒരു ബേസിക്കാണ്. അതിൽ അത്തരം ഭക്ഷണശാലകളെയാണ് ഞങ്ങൾ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത്. സ്പേസ് വേണ്ടി ക്യാമറമാൻ അനീഷിനൊപ്പം ശ്രീത്തുമാര സൈനിക.